ഇന്നത്തെ വിഭവം അടപ്രഥമൻ. പായസം എന്ത് തന്നെയായാലും സദ്യക്ക് കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കാൻ മിടുക്കനാണ് പായസം. അപ്പോൾ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തുടങ്ങുമ്പോൾ അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് 5 മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക. ഇതിനെ ഈ കാണുന്ന പോലെ ഒരു അരിപ്പയിൽ കോരി വെച്ച് മുകളിലൂടെ തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി പായസം തയ്യാറാക്കേണ്ട പാത്രം അടുപ്പിൽ വെച്ച് ഇതിലോട്ട് അട ചേർത്ത് കൊടുക്കുക. അട ഇട്ടതിന് ശേഷം ശർക്കര പാനി ചേർത്ത് ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ച് ഇവ രണ്ടും മിക്സ് ചെയ്യുക. ഇടയ്ക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയും അടയും നല്ലതുപോലെ മിക്സായി അതിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലല്ല, പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പശുവിൻ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ച് ഇതിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് വരെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഈ കാണുന്ന ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ജലത്തിൻ്റെ അംശം കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് 1ാം പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണെങ്കിൽ വീണ്ടും 1 ഗ്ലാസ് പാല് ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കുക. ഇനി അവസാന മിനുക്കുപണി ചുക്ക്, ജീരകം, ഏലക്കായ, പഞ്ചസാര കൂട്ടി പൊടിച്ചത് ചേർത്ത് വറവ് ചേർക്കാം. നെയ്യിൽ വറുത്ത കാഷ്യൂ, കിസ്മിസ് ഇത്രയും ചേർത്താൽ പായസം റെഡി. തീർച്ചയായും കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കാൻ ഇത് ധാരാളം.